ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ്. അതായത് എൻ്റെ വെബ്സൈറ്റ് ത്രൂ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ജി സ്റ്റാറിൻ്റെ 5.1 റിമോട്ട് കിറ്റ്. അപ്പം അതിൻ്റെ ഒരു പുതിയൊരു അപ്ഗ്രേഡ് വേഷം വന്നിട്ടുണ്ട്. അതായത് പഴയതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ പുതിയ രീതിക്കാണോ വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ പഴയ കിറ്റിൻ്റെ കൂടെ വെച്ച പോലെ തന്നെ ഒരു ബാക്ക് പാനൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന റിമോട്ട് പഴയ സെയിം റിമോട്ട് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇനി നമുക്കിത് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കൂടെ നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന കേബിൾസ് ഇവർ പഴയ കിറ്റുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേനും ടോട്ടലി ഇവർ ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പഴയ റിമോട്ട് കിറ്റുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറും അതുപോലെ തന്നെ കമ്പോണൻസിൻ്റെ ക്വാളിറ്റിയുമാണ്. നല്ല പക്ക ക്വാളിറ്റി രീതിയിൽ തന്നെയാണ് ഈ പ്രാവശ്യം കമ്പോണൻസ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അത് ശരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്കും മദർ ബോർഡിൻ്റെ നമ്മൾ സിംഗിളായിട്ട് ഒറ്റ ബോർഡിലാണ് അവരത് വന്നിരിക്കുന്നത്. നമ്മളത് കണക്ട് ചെയ്യുന്ന സമയത്ത് പയ്യെ ഓടിച്ച് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇത് കണക്ഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുവാണെങ്കിൽ സെയിം ഡിസ്പ്ലേ തന്നെയാണ്. USB പൊസിഷനും ബാക്കിയെല്ലാം സെലക്ഷൻ എല്ലാം സെയിം തന്നെയാണ്. ഇത് വേർഷൻ 2 എന്ന രീതിക്കാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മെയിൻ മദർ ബോർഡിലാണ്. അതിൻ്റെ അകത്ത് കമ്പോണൻസുകളെല്ലാം അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പണ്ടത്തെ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി കമ്പോണൻസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഒരു ഫിനിഷിങ് തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു നമ്മളെ മെയിൻ ബോർഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഗെയിൻ കൂട്ടാൻ വേണ്ടി ഇതിൻ്റെ പ്രോഗ്രാം ICയും അതുപോലെ തന്നെ ഗെയിനിന് വേണ്ടി 3 IC അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഔട്ട്പുട്ടിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഡീകോഡ് ചെയ്യാനുള്ളൊരു IC ഇതെല്ലാം മാറ്റി പക്ക ക്വാളിറ്റി ഫിനിഷിങ് തന്നെയാണ് ഈ പ്രാവശ്യം ബോർഡ് ഇറക്കിയിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ നമുക്ക് ചേഞ്ചസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി പഴയ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിതൊന്ന് ഓഡിയോ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിലും കൂടെ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം പഴയ പോലെ തന്നെ സെയിം രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ എൻകോഡർ കണക്ട് ചെയ്യുന്നതും മെയിൻ മദർ ബോർഡുമായിട്ട് കണക്ഷൻസ് എല്ലാം സെയിം തന്നെയാണ്. ഞാൻ ഓഡിയോ ഔട്ടിന് വേണ്ടി ഒരു 3 ഫ്രണ്ട് റൈറ്റ് മാത്രമാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ടേജ് DC തൊട്ട് 24 വോൾട്ടേജ് DC വരെ നമുക്കിതിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഞാനൊരു SMPS ത്രൂ ആണ് ഇതിലേക്ക് കണക്ഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് 12 വോൾട്ടേജ് കൊടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും സേഫ് തന്നെ. അത് DC വോൾട്ടേജ് തന്നെയാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ റിമോട്ട് കിറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴയ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടോ, അതുപോലെ തന്നെ ഗെയിൻ എങ്ങനെയുണ്ട്, നോയ്സ് ഉണ്ടോ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ റിമോട്ടിലേക്ക് നോക്കുവാണെങ്കിൽ സെയിം തന്നെയാണ്. ഓപ്ഷൻസ് എല്ലാം വോളിയം കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമുക്ക് സെയിം തന്നെയാണ്. നമുക്കൊരു മാക്സിമം വോളിയം കൂട്ടിയിട്ടൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. തിരിച്ച് ഓൺ ആക്കുമ്പോഴും സെയിം ഡീഫോൾട്ട് ഓപ്ഷൻ തന്നെ നമുക്ക് വോളിയത്തിന് കിട്ടുന്നുണ്ടോ എന്ന്. പഴയതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴും മാറ്റം സംഭവിക്കാറുണ്ട്. ഇത് നമ്മൾ മാക്സിമം വോളിയം കൊടുത്തിരിക്കുന്നത് 32 ആണ്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. 32ലേക്ക് തന്നെ നമുക്കിത് കണ്ടില്ലേ, സെയിം തന്നെ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴും എത്രയാണ് നമ്മൾ വോളിയം വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് വോളിയം ഒന്ന് കുറച്ച് അതുപോലെ തന്നെ പല ഇൻപുട്ടുകളും ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ പറ്റും. ARC ആണെങ്കിലും ഒപ്റ്റിക്കലാണെങ്കിലും കൊയാക്സിൽ കൊടുത്താലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഡോൾബി DTS ഔട്ട്പുട്ടാണ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. കണ്ടില്ലേ, നമ്മൾ ഏത് ഓൺ ചെയ്ത് ഓഫ് ചെയ്താലും ആ അതായത് പഴയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഡീഫോൾട്ട് ഓപ്ഷനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാണ് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ കിടക്കുന്നത് അതേപോലെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പഴയൊരു ഇഷ്യൂസ് അത് ശരിക്കും അത് മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഗെയിൻ ചെക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നല്ലൊരു ഗെയിൻ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വരുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോയ്സ് പക്കയായിട്ട് തന്നെ ഇത് കട്ടായിട്ടുണ്ട്. ഒരു നോയ്സ് ഒന്നും ഇല്ലാത്ത ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്കിതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ഈ റിമോട്ട് കിറ്റിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്.
ബാക്കി ബാസും ട്രിബിളും ഒന്നും എക്സ്ട്രാ സോഫ്റ്റ്വെയർ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഓഡിയോ ഔട്ടിനും അതുപോലെ തന്നെ ഡീഫോൾട്ട് ഓപ്ഷനും എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റായ www.dinosaur.com അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ മേടിക്കാവുന്നതാണ്. ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പരമാവധി കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതിന്റെ പ്രൈസ് ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.